ഹായ്. ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രസ്താവന ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. നമ്മുടെ LP UP എക്സാം അടുത്തെത്താറായി. ഏകദേശം 70-78 ദിവസം കൂടിയേ ഉള്ളൂ എക്സാമിന്. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, താഴെ കൊടുത്തിട്ടുള്ളവയിൽ മാനവ വികസന സൂചിക രൂപപ്പെടുത്തിയ സാമ്പത്തിക ശാസ്ത്രജ്ഞരെ തിരഞ്ഞെടുക്കുക. അതായത് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് തയ്യാറാക്കിയ സയൻറ്റിസ്റ്റിനെയാണ് ചോദിക്കുന്നത്. അതിനകത്ത് നമുക്ക് അമർത്യ സെന്നിനെ തന്നിട്ടുണ്ട്, PC മഹലനോബിസ് തന്നിട്ടുണ്ട്, മെഹബൂബ് ഉൽ ഹക്ക് തന്നിട്ടുണ്ട്, ലയണൽ റോബിൻസിനെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സയൻറ്റിസ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും ആരാണ്? 1, 3 ശരിയായിട്ടുള്ള ഉത്തരം. അമർത്യ സെൻ, മെഹബൂബ് ഉൽ ഹക്ക് ഇവരാണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ മാനവ വികസന സൂചിക അഥവാ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിന് നേതൃത്വം നൽകിയ വ്യക്തികൾ. ഒരു രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് മനുഷ്യൻ്റെ സമഗ്ര പുരോഗതിയെ സൂചിപ്പിക്കുന്നതിൻ്റെ അളവുകോലാണ് മാനവ വികസന സൂചിക അഥവാ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഒരു രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് മനുഷ്യൻ്റെ സമഗ്ര പുരോഗതിയെ, അതായത് വേൾഡ് ഡെവലപ്മെൻറ്റ്സിനെ സൂചിപ്പിക്കുന്നതിൻ്റെ അളവുകോലാണ് എന്തെന്ന് പറയുന്നത്? ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. മാനവ വികസന സൂചികയുടെ മൂല്യം രേഖപ്പെടുത്തുന്നത് 0-നും 1-നും ഇടയിലാണ്. അപ്പോൾ 0 വികസന ഇല്ലായ്മ അല്ലെങ്കിൽ വികസനമില്ലാത്ത രാജ്യത്തെയും 1 പറയുന്നത് ഏറ്റവും ഉയർന്ന വികസനത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. അടുത്തൊരു ചോദ്യം, ഉൽപാദനത്തിന് സഹായിക്കുന്ന ഘടകങ്ങളെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. അവയിൽ ശരിയായവ കണ്ടെത്തുക. ഇപ്പോൾ ഉൽപാദനത്തിന് സഹായിക്കുന്ന ഘടകങ്ങൾ നമുക്കറിയാം. ഒരു പ്രൊഡക്ഷൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം ഒക്കെ വരും അല്ലേ? അപ്പോൾ അവയുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ പ്രസ്താവന, ഉൽപാദനത്തിന് അല്ലെങ്കിൽ പ്രൊഡക്ഷന് സഹായിക്കുന്ന ഘടകങ്ങളെ 4 തിരിച്ചിട്ടുണ്ട്. അതിലൊന്ന് ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം. അപ്പോൾ ആ പ്രസ്താവന നോക്കുമ്പോൾ അത് ശരിയാണ്. ഇനി രണ്ടാമത്തെ പ്രസ്താവന, ഭൗമോപരിതലത്തിലെ എല്ലാ പ്രകൃതി വിഭവങ്ങളും ഉൾക്കൊള്ളുന്ന ഉൽപാദന ഘടകം ഭൂമിയാണ്. ഇപ്പോൾ ഭൂമിയുടെ ഉപരിതലത്തിലെ എല്ലാ പ്രകൃതി വിഭവങ്ങളും ഉൾക്കൊള്ളുന്ന ഉൽപാദനത്തിൻ്റെ ഘടകം ഭൂമിയാണ്. അത് ശരിയാണ്. ഇനി അടുത്ത പ്രസ്താവന, ഉൽപാദന ഘടകം എന്ന നിലയിൽ ഭൂമിയുടെ പ്രതിഫലം കൂലിയാണ്. അപ്പോൾ അത് തെറ്റാണ്. കാരണം ഉൽപാദന ഘടകം അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഫാക്ടേഴ്സ് എന്ന നിലയിൽ ലാൻഡിന് കിട്ടുന്ന പ്രതിഫലം എന്ന് പറയുന്നത് എന്താണ്? അതിന് റെൻ്റാണ് അല്ലെങ്കിൽ പാട്ടമാണ്. അപ്പോൾ അത് തെറ്റാണ്. ഇനി അടുത്ത് നോക്കിയേ, ഉൽപാദന ഘടകങ്ങളായ ഭൂമി, തൊഴിൽ, മൂലധനം എന്നിവ കൂട്ടിയോജിപ്പിക്കുന്നതാണ് എന്ത്? സംഘാടനം. അപ്പോൾ അത് ശരിയാണ്. അപ്പോൾ ഉൽപാദന ഘടകങ്ങളായിട്ടുള്ള ഭൂമി, തൊഴിൽ, മൂലധനം എന്നിവ സംയോജിപ്പിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ അങ്ങനെ സംയോജിപ്പിച്ച് ഒരു പ്രൊഡക്ഷൻ നടത്തുന്നതിനെയാണ് ഓർഗനൈസേഷൻ അഥവാ നമ്മൾ എന്തെന്ന് പറയുന്നത്? സംഘാടനം എന്ന് പറയുന്നത്. ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ ആൻസറിൽ ശരിയായത് 1, 2, 4 ശരിയായ പ്രസ്താവന. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്തവ ഏതെല്ലാം? അപ്പോൾ തന്നിട്ടുള്ളതിൽ പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ബാങ്കിങ്, കെട്ടിട നിർമ്മാണം, മത്സ്യബന്ധനം, കൃഷി, അനുബന്ധ പ്രവർത്തനങ്ങളൊക്കെ എന്താണ്? അതൊക്കെ പ്രൈമറി സെക്ടറിൽ പെട്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആൻസർ വന്നിട്ട് ഏതൊക്കെയാണ്? 2ഉം 3ഉം, അതായത് ഓപ്ഷൻ D ആണ് ആൻസർ. അടുത്തൊരു ചോദ്യം, ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ കണ്ടെത്തുക. അപ്പോൾ ഇത് SCERT 8ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ വളരെ എളുപ്പത്തിൽ മനസ്സിലാകുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വളർച്ച, തുല്യത, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം തുടങ്ങിയവയൊക്കെയാണ് ആസൂത്രണത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ പെടുന്നവ. ഇപ്പോൾ ഗ്രോത്ത്, ഇക്വിറ്റി, മോഡേണൈസേഷൻ ആൻഡ് സെൽഫ് റിലയൻസ് ഇതെല്ലാം പ്ലാനിങ്ങിൻ്റെ എയിംസിൽ വരുന്നവയാണ്. അപ്പോൾ അടുത്തത് ചേരുംപടി ചേർക്കുക എന്നുള്ള രീതിയിലൊരു ക്വസ്റ്റ്യനാണ്. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്താൻ. അതിനകത്ത് ശരിയായ ജോഡി നോക്കിയേ, ഗാന്ധിയൻ പദ്ധതി ആവിഷ്കരിച്ചത് ശ്രീമാൻ നാരായൺ അഗർവാളാണ്. ഇനി പീപ്പിൾസ് പ്ലാന് ആരാണ്? MN റോയി. ഇനി സർവോദയ പദ്ധതി ആവിഷ്കരിച്ചത് ശരിക്കും ആരാണ്?
ജയപ്രകാശ് നാരായണനാണ്. ഇനി ഇതിനകത്ത് നോക്കിയേ, ബോംബെ പ്ലാൻ ആരാണ്? ജോൺ മത്തായി. അപ്പോൾ ഇതിനകത്ത് തെറ്റായിട്ടുള്ളത് ഏത് മാത്രമേ ഉള്ളൂ? 3 മാത്രമാണ് തെറ്റായിട്ടുള്ളത്, ബാക്കിയെല്ലാം ശരിയാണ്. അപ്പോൾ ആൻസർ 1, 2, 4 ശരിയാണ്. അടുത്ത ചോദ്യം, ആസൂത്രണ കമ്മീഷനുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ ചുവടെ ചേർക്കുന്നു, ശരിയായവ തിരഞ്ഞെടുക്കുക. അതിൽ ഒന്നാമത്തത്, പഞ്ചവത്സര പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കിയിരുന്നത് ആസൂത്രണ കമ്മീഷനാണ്. അപ്പോൾ അത് ശരിയാണ്. ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദയാണ്. അതും ശരിയാണ്. മാർച്ച് 15, 1950 ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്. അതും എന്താണ്? ശരിയായ പ്രസ്താവനയാണ്. അടുത്ത ഓപ്ഷൻ, ആസൂത്രണ കമ്മീഷൻ്റെ അവസാനത്തെ ഉപാധ്യക്ഷൻ നരേന്ദ്രമോദിയാണ്. ആ പ്രസ്താവന തെറ്റാണ്. അതായത് നരേന്ദ്രമോദി സർക്കാർ വന്നപ്പോഴേക്ക് എന്തായിട്ടുണ്ട്, ഈ ആസൂത്രണ കമ്മീഷന് നീതി ആയോഗായിട്ട് മാറ്റപ്പെട്ടു. അപ്പോൾ അതിൻ്റെ അധ്യക്ഷനാണ് ആര്? നരേന്ദ്രമോദി. അപ്പോൾ ഈ പ്രസ്താവന തെറ്റാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ വന്നിട്ട് 1, 2, 3 ശരി. ഓപ്ഷൻ സി. 4ാമത്തെ പ്രസ്താവന തെറ്റാണ്. ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷൻ ആരാണ്? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ആസൂത്രണ കമ്മീഷൻ്റെ അവസാനത്തെ ഉപാധ്യക്ഷൻ മൊണ്ടേക് സിംഗ് അലുവാലിയ ആയിരുന്നു കേട്ടോ. മൊണ്ടേക് സിംഗ് അലുവാലിയ. ഗാന്ധിയൻ സമ്പദ് വ്യവസ്ഥ എന്ന ആശയത്തിൻ്റെ വക്താവ് ആരാണ്? JC കുമരപ്പയാണ്. അടുത്ത ചോദ്യം, പഞ്ചവത്സര പദ്ധതികളും അറിയപ്പെടുന്ന പേരുകളും ചുവടെ ചേർക്കുന്നു, ശരിയായ വിധം യോജിപ്പിക്കുക. 1ാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? 1ാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്ന പേര് ഹരോൾഡ് ഡോമർ മോഡൽ എന്നാണ്. ഇനി 2ാം പഞ്ചവത്സര പദ്ധതിയാണെങ്കിലോ അത് അറിയപ്പെടുന്നത് മഹലനോബിസ് മോഡൽ എന്നാണ്. അടുത്തത്, 4ാം പഞ്ചവത്സര പദ്ധതി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? 4ാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്ന പേരാണ് ഗാഡ്ഗിൽ മോഡൽ. ഇനി 8ാം പഞ്ചവത്സര പദ്ധതിയാണ് മൻമോഹൻ മോഡൽ എന്ന് അറിയപ്പെടുന്നത്. 5ാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കിയത് DP ധർ ആണ്. DP ധർ. ലോക വ്യാപാര സംഘടനയിൽ ഇന്ത്യ അംഗമായത് 5ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അതായത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ ഇന്ത്യ അംഗമായത് 5ാം പഞ്ചവത്സര പദ്ധതി കാലത്ത്. ജോലിക്ക് കൂലി ഭക്ഷണം എന്ന പദ്ധതി ആരംഭിച്ചത് 5ാം പഞ്ചവത്സര പദ്ധതി കാലത്ത്. അപ്പോൾ ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനൊക്കെ കൂടുതൽ പ്രാധാന്യം നൽകി. അടുത്ത ചോദ്യം, ചുവടെ നൽകിയിരിക്കുന്നവയിൽ നീതി ആയോഗിൻ്റെ ലക്ഷ്യത്തിൽപ്പെടാത്തത് ഏത്? അപ്പോൾ 1ാമത്തെ ഓപ്ഷൻ, കാർഷിക മേഖലയിൽ മിശ്ര കാർഷികോൽപാദനം, വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക, പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയുക്തമാക്കുക, അധികാരവും സാമ്പത്തിക വിഭവങ്ങളും പ്രാദേശിക വികസനത്തിന് വിനിയോഗിക്കുന്നതിന് പഞ്ചായത്തുകളെ പ്രാപ്തരാക്കുക. അപ്പോൾ ഇത് വന്നിട്ട് ഇതിനനുസരിച്ചുള്ള ഉത്തരം എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? 4 മാത്രമാണ്. ബാക്കിയെല്ലാം ഏതിൽ പെടുന്നവയാണ്? നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങളാണ്. കാർഷിക മേഖലയിൽ മിശ്ര കാർഷിക ഉൽപാദനം, വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക, പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയുക്തമാക്കുക തുടങ്ങിയവ നീതി ആയോഗിൻ്റെ എയിംസിൽ പെടുന്നവയാണ്. അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി ആയിരുന്നു. ഇന്ത്യയിൽ വിദേശ നാണയ പ്രതിസന്ധി നേരിട്ട വർഷം 1991. അത് ശരിയാണ്. ജനീവ ആസ്ഥാനമാക്കി ലോക വ്യാപാര സംഘടന നിലവിൽ വന്ന വർഷം 1970. അടുത്തത്, ശരിയായ ക്രമം ഏതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇന്ത്യയിൽ ഉദാരവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച വർഷം തന്നിട്ടുണ്ട്. 1985 ഇന്ത്യയിൽ ഉദാരവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. അതെന്താണ്? ശരിയാണ്. ഇന്ത്യയിൽ വിദേശ നാണയ പ്രതിസന്ധി നേരിട്ട വർഷം എന്ന് പറയുന്നത് ഏതാണ്? 1991. അത് ശരിയാണ്. അടുത്തത് 3ാമത്തത്, ജനീവ ആസ്ഥാനമാക്കി ലോക വ്യാപാര സംഘടന നിലവിൽ വന്ന വർഷം ഏതാണ്? അത് 1995. ഇനി 4ാമത്തെ ഓപ്ഷൻ നോക്കിയേ, നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് ഓപ്പറേഷൻ ഫ്ലഡ് നടപ്പിലാക്കിയ വർഷം എന്നാണ്? 1970. അപ്പോൾ ഇതിൻ്റെ ആൻസർ 1A, 2B, 3D, 4C ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, ചുവടെ നൽകിയിരിക്കുന്നവയിൽ പുത്തൻ സാമ്പത്തിക നയങ്ങൾക്ക് അനുകൂലമല്ലാത്ത വാദഗതി ഏതാണ്? അപ്പോൾ ഇതിനകത്ത് കയറ്റുമതി വർദ്ധിക്കുന്നു,
വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ലഭ്യമാകുന്നു. സമ്പദ്ഘടനയെ നിയന്ത്രിക്കാനുള്ള സർക്കാരിൻ്റെ കഴിവ് കുറയുന്നു. ദേശീയ വരുമാനം വർദ്ധിക്കുന്നു. അപ്പോൾ ചോദിച്ച ചോദ്യം നോക്കുക. ചുവടെ നൽകിയിരിക്കുന്നവയിൽ പുത്തൻ സാമ്പത്തിക നയങ്ങൾക്ക് അനുകൂലമല്ലാത്ത വാദഗതിയാണ് ചോദിച്ചിരിക്കുന്നത്. അതിനകത്ത് 3, 4 അനുകൂല വാദഗതി അല്ലാത്തത്. സമ്പദ്ഘടനയെ നിയന്ത്രിക്കാനുള്ള സർക്കാരിൻ്റെ കഴിവ് കുറയുന്നു, അത് തെറ്റാണ്. ദേശീയ വരുമാനം വർദ്ധിക്കുന്നു, അതും തെറ്റാണ്. വാണിജ്യ ബാങ്കുകൾ സ്വീകരിക്കുന്ന നിക്ഷേപങ്ങളെ സംബന്ധിച്ച് യോജിക്കാത്ത പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ വാണിജ്യ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അതിൽ വാണിജ്യ ബാങ്കുകളുമായിട്ട് യോജിക്കാത്തത് കണ്ടെത്താനാണ് പറയുന്നത്. അതിൻ്റെ ആൻസർ വന്നിട്ട് പൊതുജനങ്ങളെ അവരുടെ സമ്പാദ്യങ്ങൾ നിക്ഷേപിക്കാൻ സഹായിക്കുന്ന പദ്ധതിയാണ് ആവർത്തിത നിക്ഷേപം. അത് തെറ്റാണ്. പൊതുജനങ്ങളെ അവരുടെ സമ്പാദ്യങ്ങൾ നിക്ഷേപിക്കാൻ സഹായിക്കുന്ന പദ്ധതി അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? സമ്പാദ്യ നിക്ഷേപം. ഇനി അടുത്തത് അതിൻ്റെ ഓപ്ഷൻ 4. ഒരു നിശ്ചിത തുക വീതം ഒരു പ്രത്യേക കാലയളവിലേക്ക് എല്ലാ മാസവും നിക്ഷേപിക്കുന്ന രീതി ഏതാണ്? ആവർത്തിത നിക്ഷേപം അഥവാ റിക്കറിംഗ് ഡെപ്പോസിറ്റ് ആണ്. ബാക്കി 2 പ്രസ്താവനയും ഏത് സംബന്ധിച്ച് ശരിയാണ്? വാണിജ്യ ബാങ്ക് ഒരു ദിവസം തന്നെ ധാരാളം പ്രാവശ്യം പണം നിക്ഷേപിക്കാനും പിൻവലിക്കാനും സൗകര്യം നൽകുന്ന പദ്ധതിയാണ് പ്രചലിത നിക്ഷേപം. ഇനി വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും നിശ്ചിത കാലയളവിലേക്ക് പണം നിക്ഷേപിക്കാൻ സാധിക്കുന്നത് സ്ഥിര നിക്ഷേപമാണ്. അടുത്ത ചോദ്യം, ബാങ്കുകളും അവയെ സംബന്ധിക്കുന്ന പ്രസ്താവനകളും ചുവടെ ചേർക്കുന്നു. ശരിയായ വിധം യോജിപ്പിക്കാനാണ് പറയുന്നത്. അപ്പോൾ ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുന്നതിനും ഇറക്കുമതി ചെയ്യുന്നതിനും വായ്പ നൽകുന്ന ബാങ്ക് ഏതാണ്? അത് എക്സിം ബാങ്കാണ്. അപ്പോൾ നോക്കുക. രണ്ടാമത്തെ പ്രസ്താവന, പുതിയ ചെറുകിട വ്യവസായം തുടങ്ങാനും വ്യവസായങ്ങൾ ആധുനികവൽക്കരിക്കാനും സഹായം നൽകുന്ന ബാങ്ക് ഏതാണ്? സിഡ്ബി ആണ്. അടുത്തത്, ഗ്രാമവികസനത്തിനും കാർഷിക വികസനത്തിനുമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത ബാങ്ക് ഏതാണ്? നബാർഡാണ്. കേന്ദ്ര പോസ്റ്റൽ വകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ബാങ്ക് ഏതാണ്? ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്കാണ്. അപ്പോൾ ഇനി അടുത്ത ചോദ്യം, ബാങ്ക് ദേശസാൽക്കരണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? അതിൽ ഒന്നാമത്തെ നോക്കിയേ. 1-ാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടന്നത് 1951 അത് തെറ്റല്ലേ? ജൂലൈ 19, 1969 1-ാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടന്നത്. ഇനി 1-ാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണത്തിൻ്റെ ഭാഗമായി 6 ബാങ്കുകളാണ് ദേശസാൽക്കരിക്കപ്പെട്ടത്. അതും തെറ്റാണ് അല്ലേ? 50 കോടി മൂലധനമുള്ള ബാങ്കുകൾ, അതായത് 14 ബാങ്കുകളാണ് 1-ാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ദേശസാൽക്കരിക്കപ്പെട്ടത്. ഇനി അടുത്ത് നോക്കിയേ. 1-ാം ബാങ്ക് ദേശസാൽക്കരണം നടക്കുമ്പോൾ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു. അപ്പോൾ അത് ശരിയാണ്. അടുത്തത്, ദേശസാൽകൃത ബാങ്കായ ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ 1993 പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിച്ചു. അതും ശരിയാണ്. അപ്പോൾ തെറ്റായിട്ടുള്ള പ്രസ്താവന 1ഉം 2ഉം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് അഭിപ്രായങ്ങളൊന്ന് അറിയിക്കണേ. താങ്ക്